കാഫെ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ളയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ആവശ്യം. വക്കീൽ നോട്ടീസിന് മറുപടി നൽകില്ല എന്ന് പാറക്കൽ അബ്ദുള്ള വ്യക്തമാക്കി. വടകരയിൽ നാളെ ഡിവൈഎഫ്ഐ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. ഡിവൈഎഫ്ഐ നേതാവും അധ്യാപകനുമായ തനിക്കെതിരെ പാറക്കൽ അബ്ദുള്ള വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നാണ് റിബേഷ് രാമകൃഷ്ണന്റെ ആരോപണം. 3 ദിവസത്തിനുള്ളിൽ ഖേദമറിയിച്ചുകൊണ്ടുള്ള കുറിപ്പ് പ്രസിദ്ധീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് രാംദാസ് മുഖേന പാറക്കൽ അബ്ദുള്ളയ്ക്ക് നൽകിയ വക്കീൽ നോട്ടീസിൽ പറയുന്നു. റിബേഷ് രാമകൃഷ്ണന്റെ ആവശ്യം പാറക്കൽ അബ്ദുള്ള തള്ളി. ഇതൊന്നും കാണിച്ച് നമ്മളെ ഭയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വക്കീൽ നോട്ടീസിന് ഒരു മറുപടിയും ഞങ്ങൾ അയക്കുന്നില്ല, അതിനെ ഇഗ്നോർ ചെയ്യാണ്. പോലീസ് ഒത്തുകളിക്കാനെന്നുള്ള ആരോപണമല്ല പോലീസ് ഒത്തുകളിക്കുക ഇതുവരെ ചെയ്തത്. കുപ്രചരണം ഇടതുപക്ഷത്തിന്റെ രീതിയല്ലെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിയല്ല എന്തെങ്കിലും ഇത്തരം പ്രചരണങ്ങൾ. ഞങ്ങൾ സ്ട്രെയിറ്റ് ആണ് കാര്യങ്ങൾ, രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയുക, ബാക്കി പോലീസ് അന്വേഷിക്കണ്ടല്ലോ. റിബേഷ് രാമകൃഷ്ണൻ അഡ്മിനായ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചതെന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. വിവാദത്തിൽ പ്രതിരോധത്തിലായ ഡിവൈഎഫ്ഐ നാളെ വടകരയിൽ ബഹുജന പൊതുയോഗം സംഘടിപ്പിക്കുന്നുണ്ട്. 24 കോഴിക്കോട്.